പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന എലിസബത്തിനെ പരിശുദ്ധ അമ്മ സന്ദർശിക്കാൻ ചെല്ലുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് സുവിശേഷത്തിലെ ധ്യാന വിഷയം. ഇന്ന് തിരുസഭയിൽ ദൈവമാതൃത്വ തിരുനാളും ആഘോഷിക്കുന്നു. ഒരു കഥ ഇങ്ങനെയാണ്, നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ളതാണ്. മദർ തെരേസ ഒരിക്കൽ അറിയുന്നു, തൻ്റെ താമസ സ്ഥലത്തിനടുത്തുള്ള ഒരു വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്. കുറേ ദിവസങ്ങളായി അവരെന്തെങ്കിലും കഴിച്ചിട്ട്. മദർ തെരേസ കുറച്ച് അരിയെടുത്ത് ആ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ വീട്ടിലെ അമ്മയ്ക്ക് നൽകിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറയുന്നു. മദർ തെരേസയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആ സ്ത്രീ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു. അല്പം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. മദർ ചോദിക്കുന്നു, എവിടെ പോയതാണ് ഇത്ര തിടുക്കപ്പെട്ട്? അവൾ പറഞ്ഞു, എൻ്റെ അടുത്ത വീട്ടിലും ഇതുപോലെ വലിയ ദാരിദ്ര്യമായിരുന്നു. എനിക്ക് അല്പം കിട്ടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് അല്പം കൊടുക്കാനായി, ഷെയർ ചെയ്യാനായി പോയതാണ്. നമ്മളിന്ന് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. തൻ്റെ വിഷമത്തിലേക്കും ഇല്ലായ്മയിലേക്കും മുഖം കുനിച്ച് ഇരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. മദർ തെരേസയിൽ നിന്നൊരു നന്മ, ഒരനുഗ്രഹം കിട്ടിയപ്പോൾ അവൾ മുഖം ഉയർത്തി, തല ഉയർത്തി, തൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളിൻ്റെ വിഷമത്തിലേക്കും നോക്കാനും അവർക്ക് തന്നാലാവുന്ന സഹായം ചെയ്യാനും ശ്രമിച്ചത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വലിയൊരു മാതൃക ഇതാണ്. തൻ്റെ ഉദരത്തിലും ഒരു കുഞ്ഞുണ്ട് എന്ന് ദൈവദൂതൻ പറഞ്ഞിരിക്കുന്നു. ദൈവപുത്രൻ തൻ്റെ ഉദരത്തിലേക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ വിഷമങ്ങളോ അതിൻ്റെ ക്ഷീണമോ ഒന്നും വകവയ്ക്കാതെ തൻ്റെ സഹായം ആവശ്യമുള്ള മറ്റൊരാളിലേക്ക് തിടുക്കത്തിൽ ഓടി പുറപ്പെടുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണും. നമ്മുടെ ജീവിതത്തിലും വിഷമങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കുണ്ടെങ്കിലും, നമ്മിലേക്ക് തന്നെ നോക്കി ആകുലപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും, അതിനെ ഒരു വശത്തേക്ക് മാറ്റിവെച്ച് നമ്മുടെ ചുറ്റുമുള്ളവരിൽ വിഷമിക്കുന്നവരിൽ അവരിലേക്ക് നമ്മുടെ സഹായം എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് അവരിലേക്ക് ഓടിയെത്താനുള്ള ഒരു മനസ്സ് പരിശുദ്ധ അമ്മയെ പോലെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ മഹത്വത്തിനായി കാഴ്ചവെക്കുന്നു. ദൈവ മാതൃത്വ തിരുനാളിൽ പരിശുദ്ധ അമ്മയുടെ നല്ല സേവന മാതൃകയെ ഇന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്കും ജീവിതത്തിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിലേക്ക് മാത്രം നോക്കി മുഖം കുനിച്ചിരിക്കാതെ ഞങ്ങളുടെ വിഷമങ്ങളെ മറന്നുകൊണ്ട് പോലും ഞങ്ങളുടെ ചുറ്റുമുള്ള വിഷമിക്കുന്ന ആളുകളിൽ സഹായം ആവശ്യമുള്ളവരിലേക്ക് ഞങ്ങൾക്ക് ചെന്നെത്താനുള്ള അനുഗ്രഹവും കൃപാവരവും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെയും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.